സന്തോഷം അത് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും പേരെ കാണാൻ പറ്റിയതിൽ എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാനിവിടെ അടുത്തുനിന്ന് വരുന്ന ആളാണ്. നിങ്ങൾ എത്രയോ ദൂരത്തുനിന്ന് തൃശ്ശൂർ, കണ്ണൂർ, പാലക്കാട്, ഈ പറഞ്ഞ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞ് എത്രയോ സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയം നിങ്ങൾ എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. എൻ്റെ എന്താ പറയുക, അനിയന്മാരെ പോലെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എല്ലാവരും. പക്ഷെ കുറേയധികം ആളുകളെ ഞാൻ ഇപ്പോഴാണ് പുതിയതായിട്ട് കാണുന്നത്. ആകാശാണെങ്കിലും ജനേഷാണെങ്കിലും ജാഫറാണെങ്കിലും അനജാണെങ്കിലും എല്ലാവരും ഉണ്ട്. ഒരുപാട് പേര് എടുത്ത് എല്ലാവരും പറയുന്നില്ല, എല്ലാവരും വർഷങ്ങളായിട്ട് കൂടെയുണ്ട്. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഊർജ്ജമാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഇത്രയും പേര് അയാൾക്ക് വേണ്ടി കുറച്ചധികം സമയം ചെലവഴിച്ച് വരിക എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ വലിയൊരു ഗിഫ്റ്റൊന്നും കിട്ടാനില്ല. താങ്ക് യു. പിന്നെ വലിയ ഉപദേശങ്ങളൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഘടന കൊണ്ടുപോകേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം എല്ലാം അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. കാരണം ഇപ്പോൾ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് സിനിമയോ ഞാനോ ഒന്നും ആവരുത്. അത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഫാമിലിയും തന്നെ ആയിരിക്കണം. അതായിരിക്കണം. അതിന് ശേഷമേ എനിക്കും സിനിമകൾക്കൊക്കെ സ്ഥാനം പാടുള്ളൂ. അതൊന്ന്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സംഘടന കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഈ ഫാൻസ് അസോസിയേഷൻസ് ഓപ്പോസിറ്റ് ആളുകളെ മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ്, അല്ലെങ്കിൽ അയാളുടെ സിനിമ കൊള്ളില്ല, സിനിമ മറ്റേത്, അതൊരു കാരണവശാലും ഈ സംഘടനയിൽ നിന്ന് ഉണ്ടാവരുതെന്നാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹവും ആവശ്യം. എല്ലാ സിനിമയും ഓടണ്ടാണ്. കാരണം സിനിമയാണ് എൻ്റെ അന്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരിക്കലും ഒരാളും കുറച്ച് കാണാതിരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് സംഘടന ഫ്രണ്ട്സ് അസോസിയേഷൻ, ഫ്രണ്ട്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ സിനിമയ്ക്കോ എനിക്കോ പേഴ്സണൽ ഗുണമുണ്ടാകുന്നതിനേക്കാൾ ഈ സംഘടന മറ്റുള്ളവർക്ക് വേണ്ടി ഗുണകരമാകുമ്പോഴാണ് ഇത് മറ്റുള്ള സംഘടനയിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാ കാര്യത്തിലും ഒരുപാട് പേര് എല്ലാ സംഘടനകളിലെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു കരുതലായി മാറുക എന്ന് പറയില്ലേ, അതുപോലെ ആവാനായിട്ട് പറ്റട്ടെ. അതിൻ്റെ ഐഡിയകളും കാര്യങ്ങളും നിങ്ങൾ തന്നെ പരസ്പരം നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലൂടെ തന്നെ അത് ബൗൺസ് ചെയ്ത് പുതിയ പുതിയ ഐഡിയകളുമായിട്ട് വരിക നിങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഗ്രൂപ്പ് ഓഫ്കോഴ്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സംഘടനയുടെ ഒരിക്കലും എപ്പോഴും മിക്ക സംഘടനകളിലും വരുന്നതാണ്, സംഘടനയിൽ നിന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും പറഞ്ഞു തീർക്കും. അതൊരിക്കലും ഓഡിയോ മെസ്സേജായിട്ട് അവിടെയിട്ട് പിന്നെ അവിടെ നിന്ന് ലീക്ക് ചെയ്ത് അതങ്ങനെ ഒരിക്കലും പോകരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളുണ്ടാവട്ടെ. ലോങ് ടേം ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഫംഗ്ഷനൊക്കെ ജാഫറെ നിങ്ങൾ ഇതുപോലെ ഇപ്പം ഞാനില്ലെങ്കിൽ കൂടി നിങ്ങൾ എറണാകുളത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒത്തുകൂടുക. ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരിക. ഞാനും നിങ്ങളുടെ മുന്നിലും പുറകിലും കൂടെയായിട്ടൊക്കെ ഉണ്ടാവുമെന്നും